കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റേതാണ് നടപടി. SFIക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. KSU പ്രവർത്തകരെ ആക്രമിച്ചതിന് ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ 19 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. സംഘാടക സമിതി നൽകിയ പരാതിയിൽ കലോത്സവം അലങ്കോലപ്പെടുത്തിയതിന് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, ലോ കോളേജ് ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെ 19 പേർക്കെതിരെയുമാണ് കേസ്. KSU പ്രവർത്തകരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. SFI പ്രവർത്തകർക്ക് ഭ്രാന്ത് പിടിച്ചെന്നും അധ്യാപകരും പോലീസും അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായും രമേശ് ചെന്നിത്തല. SFIക്ക് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു. ഇവർക്ക് ഭ്രാന്ത് പിടിച്ച മട്ടിലാണ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവരെ പരാജയപ്പെടുത്തുന്നത് കണ്ട് SFIക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിച്ചു. സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളെ മർദ്ദിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? കലോത്സവം ഇന്ന് സമാപിക്കും. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദികളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം.